നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹോം മെയ്ഡ് വൈൻ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇനിയിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ അത് ആഘോഷിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് വൈൻ. അപ്പോൾ നമ്മൾക്ക് വൈൻ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഹെൽത്തി റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല ഹെൽത്തിയുമായിരിക്കും, നല്ല ടേസ്റ്റിയുമായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോണത് 3 ടൈപ്പ് വൈനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ വൈൻ എന്ന് പറയുന്നത് മൊസാമ്പിയും സ്ട്രോബെറിയും യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ അതിനായിട്ട് ഒരു മൊസാമ്പി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്തത്. അതുപോലെ 8 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇത് നല്ല പഴുത്തതായിരിക്കണം. സ്ട്രോബെറി നല്ല പഴുത്തതാണെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് നല്ല കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കണം. ഒരിക്കലും അതിനെ മിക്സിയിലിട്ട് അരച്ചൊന്നും എടുക്കരുത്. പകരം നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അതിപ്പോൾ നമ്മളുടെ ഇതുപോലെ ഒരു കല്ലോ അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള തടിത്തവി ആയാലും മതി. അതൊന്ന് വുഡൻ സ്പാറ്റില ഉണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ടൊന്ന് നമുക്കിങ്ങനെ ഉടച്ചെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ജ്യൂസും അതിൻ്റെ ഫ്ലേവറും ഒക്കെ നല്ലതായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ഒരു ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഗ്ലാസ് ജാറാണ്. ഇത് ഏകദേശം 1 ലിറ്ററിന് മുകളിൽ കൊള്ളുന്ന ഒരു ഗ്ലാസ് ജാർ. ഞാനിവിടെ വൈൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അതിനനുസരിച്ച് ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. അത് എപ്പോഴും നല്ല ചൂടുവെള്ളം ഒഴിച്ച് കഴുകി ഉണക്കി തുടച്ച് വെച്ചേക്കണം. കാരണം ഒരിക്കലും അതിൽ നനവോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ വൈൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അതുകൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്, ഹാഫ് ലെമൺ ജ്യൂസ് കൂടി. അത് പുളിപ്പ് കുറച്ച് ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയാണ്. ആ മൊസാമ്പിക്ക് ഒരുപാട് പുളിരസമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ലെമൺ ജ്യൂസ് അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്, അതായത് 250 ml. ഇവിടെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 125 ml അര കപ്പ് മെഷറിംഗ് കപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അപ്പൊ ഞാൻ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ തടിത്തവിയാണ്. എപ്പോഴും അങ്ങനത്തെ തടിത്തവിയൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തടിത്തവി എടുക്കുന്നത്. ഇപ്പം നോർമൽ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഫ്രൂട്ടും ആ ഒരു പഞ്ചസാരയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർക്കണം. ഞാനിവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏകദേശം 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇൻസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകം പുളിപ്പിക്കാനൊന്നും വെക്കണ്ട. ഇതിലേക്ക് ഡയറക്റ്റ് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ബോട്ടിലേക്ക് അങ്ങ് മാറ്റാം. കുറേശ്ശെയായിട്ട് അങ്ങ് കോരി ഒഴിച്ചാൽ മതി. ഇത് ഫുള്ളായിട്ട് നമ്മൾ ബോട്ടിലേക്ക് അങ്ങ് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഞാൻ തിളപ്പിച്ച് അത് നന്നായിട്ട് തണുത്ത് ഇരിക്കുന്ന വെള്ളമാണ്. അത് തിളപ്പിച്ച് നമ്മൾ ആറിയതിന് ശേഷം മാത്രമേ അത് ചേർത്ത് കൊടുക്കാവൂ. 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്ര വെള്ളമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ തൽക്കാലത്തേക്ക്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വൈനാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ ഈ വൈൻ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഡെയിലി ഒരേ സമയത്ത് നമുക്കൊരു 10-12 ദിവസത്തേക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം 21ാമത്തെ ദിവസം നമ്മളിത് യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോ ഇത് ലിഡ് ഒരുപാട് ഇറുക്കി നമ്മൾ അടയ്ക്കണ്ട. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അടച്ചിട്ട് ഇതുപോലൊരു തുണി വെച്ച് അടച്ചു വെക്കണം. എന്നിട്ട് ഭരണിയുള്ളവർ ഭരണിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഗ്ലാസ് ജാറിൽ വെക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ലൈറ്റ് ഒന്നും അടിക്കാത്ത രീതിയിൽ വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൂട്ട് വൈൻ. ഇനി നമുക്ക് അടുത്ത വൈൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡ്രൈ കറുത്ത മുന്തിരിങ്ങയാണ്, റൈസിൻസ്. അത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഉണക്ക മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 കപ്പ് മുന്തിരിയാണ് ഇത് എടുത്തേക്കുന്നത്. അത് ഓവർനൈറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് ഇട്ടിരുന്നത്. അപ്പോൾ ഓവർനൈറ്റ്, അതായത് ഞാനൊരു വൈകിട്ട് രാത്രി ഒരു 8 മണിക്ക് വെച്ചത് രാവിലെ ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട്. ഈ ഒരു സമയം ആവുന്നത് വരെ ഞാനത് കുതിർത്ത് വെച്ച്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഉണക്കമുന്തിരി തിളച്ച് വരാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ 2 പീസ് കറുകപ്പട്ട, അതുപോലെ
ഒരു 2 അല്ലെങ്കിൽ 3 ഏലക്ക, പിന്നെ ഒരു 3 ഗ്രാമ്പു ഇത്രയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ഇച്ചിരി ജാതിക്കയും കൂടി വേണം. ജാതിപ്പത്തിരി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പൊ ജാതിപ്പത്തിരി ഇല്ല, പകരം ജാതിക്കയാണ്. അതൊരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് കൂടി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതുകൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് അത് കുക്കായി വരണം. ഇപ്പൊ നമ്മുടെ ഉണക്കമുന്തിരി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്ന് കുറച്ച് വെള്ളം കുറഞ്ഞു വന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നീട് ഇതിൽ വൈനിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്യുന്ന നേരത്തെ പോലെ തന്നെ നമ്മൾ മിക്സിയിലോ അങ്ങനെയൊന്നും ഇട്ട് ക്രഷ് ചെയ്യണ്ട. ഇതുപോലെ ഒരു തടിത്തവി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്രഷർ യൂസ് ചെയ്ത് നമുക്ക് മാനുവലായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം. ഇത് ഉടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ഉണക്കമുന്തിരിയുടെ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇറങ്ങി വന്നോളും. ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു നനവൊന്നും ഇല്ലാത്തൊരു ഗ്ലാസ് ബൗളിലേക്ക് ഞാനത് മാറ്റുന്നുണ്ട്. എന്നിട്ടത് നല്ലതുപോലെ തണുത്ത് വരണം. ചൂടൊന്നും ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷം ബാക്കി പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഉണക്കമുന്തിരി നന്നായിട്ട് തണുത്ത് ഇരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ ആദ്യം 1 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കൊടുത്ത് നമുക്ക് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇതിപ്പോ ഞാനിവിടെ 250 ml നമ്മുടെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഈസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഈസ്റ്റ് ആണ് ഞാനിവിടെ ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഓരോ ഉണക്കമുന്തിരിക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. മധുരം കുറവുള്ളത് കൂടുതലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മുന്തിരി അനുസരിച്ച് ഇരിക്കും നിങ്ങളുടെ ഈ ഒരു ടേസ്റ്റ്. ഇപ്പൊ എനിക്കിത് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ട്. ഞാനൊരു 1/4 കപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് പഞ്ചസാര. അപ്പൊ നമ്മൾ ടോട്ടലി 1.25 കപ്പാണ് ഇവിടെ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് പഞ്ചസാര. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. നേരത്തെ പോലെ തന്നെ ഗ്ലാസ് ജാർ നന്നായിട്ട് ക്ലീൻ ആക്കിയ ഗ്ലാസ് ജാറിലേക്ക് ഇത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട്. അതിനുശേഷം ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നേരത്തെ പോലെ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി 1 ലിറ്ററോളമാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നേരത്തെ പോലെ തന്നെ അടച്ച് ഇതുപോലെ ഒരു തുണി വെച്ച് നമുക്ക് കെട്ടി വെക്കാം. വൈൻ എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വേണം ചെയ്യാൻ. ഇനി നമുക്ക് അടുത്ത വൈൻ നോക്കാം. ജിഞ്ചർ വൈൻ ആണ്. അപ്പൊ ഈ ജിഞ്ചർ വൈനിന് വേണ്ടി ഞാനിവിടെ 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഓൾറെഡി. അത് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് ഈ ഒരു വെള്ളം ഒന്ന് തിളച്ചു വരണം. ഇനി ഞാനിവിടെ ഒരു 125 ഗ്രാമോളം വരുന്ന ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് സ്പൈസസ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്ന സ്പൈസസ് നേരത്തെ എടുത്തു വെച്ച പോലെ തന്നെ ആ ഒരു കുറച്ച് കറുകപ്പട്ട, അതുപോലെ ഇച്ചിരി ഗ്രാമ്പു, ഇച്ചിരി ഏലക്ക. ഗ്രാമ്പു ഒരു 4 എണ്ണം, ഏലക്ക ഒരു 3 എണ്ണം അത്രയും വെച്ച് ചേർക്കാം. കുറച്ച് ജാതിക്കയുടെ ചെറിയൊരു പീസും. അതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇവിടെ 4 വറ്റൽ മുളക് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതങ്ങ് തിളച്ച് വരുമ്പോൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് തണുപ്പിച്ചെടുക്കണം. നേരത്തെ പോലെ തന്നെ തണുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ സ്പൈസസ് എല്ലാം ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് തിളക്കട്ടെ. ഇപ്പൊ 2 മിനിറ്റ് ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. നമ്മുടെ ഒരു ഇഞ്ചി തിളച്ച് വന്നേക്കുന്ന ആ ഒരു മിക്സിനെ ഞാനിവിടെ തണുക്കാൻ വെച്ചിട്ട് ഇതിപ്പോ നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണ്. ഒട്ടും ചൂടുണ്ടാവരുത്. ഇതിനെ നമുക്ക് ഇതേ നേരത്തെ പോലെ തന്നെ ഒരു ഗ്ലാസ് ജാറിലേക്ക് അങ്ങ് മാറ്റാം. ഇനി നമ്മുടെ വൈനിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയും അതുപോലെ 1 നാരങ്ങയുടെ നീരും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇതിലൊരു 1 പിടി ഉണക്കമുന്തിരി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് അതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷെ അത് കറുപ്പ് ചേർക്കണ്ട. ഈ ഒരു വെള്ള മുന്തിരി ചേർത്താൽ മതി. കറുത്ത മുന്തിരി ചേർത്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം ആ ജിഞ്ചർ വൈൻ്റെ കളർ തന്നെ മാറിപ്പോവും. ഈ ഒരു മുന്തിരി ആകുമ്പോൾ നമ്മുടെ ജിഞ്ചർ വൈൻ നല്ലൊരു കളറിൽ
കിട്ടും. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മുടെ വൈൻ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഒരു തുണി വെച്ച് നമുക്കിത് കെട്ടിവെക്കാം. ഇനി നിങ്ങൾ ഇത് എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡെയിലി ഒരേ സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു തടിത്തവി വെച്ച് ഇളക്കി കൊടുക്കുക. ഒരു 12 ദിവസത്തേക്ക് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഇതിനെ അരിച്ച് നല്ല തുണിയിൽ തന്നെ അരിക്കണം. അരിച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ കെട്ടിവെക്കുക. 21ാമത്തെ ദിവസം ആകുമ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് റെഡിയാവും. അപ്പൊ ഞാൻ 21ാമത്തെ ദിവസം ആവുമ്പോൾ ഞാനിത് വീണ്ടും വരും നിങ്ങളുടെ മുന്നിലേക്ക്. ഈ ചെയ്യുന്നതിന്റെ വീഡിയോ ബാക്കിയുമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ആ വീഡിയോയുമായിട്ട് വരുന്നതാണ്. ഈ അവസാനം ഈ വൈൻ എങ്ങനെയാണ് നമുക്ക് കയ്യിൽ കിട്ടുന്നതെന്ന് അറിയാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.